വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനൽ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ യു എസ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു പണമാണ്, സഹായത്തിന് എന്ന പേരിൽ കൊടുക്കുന്ന പണമാണ്. പക്ഷേ യു എസ് എയ്ഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഹായത്തിനായി കൊടുക്കുന്ന എയ്ഡ് അല്ല എന്നാണ് ഇപ്പോൾ തെളിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പിന്നെ ക്യൂബയ്ക്കും ഒക്കെ യു എസ് എയ്ഡ് കൊടുത്തിരുന്നത് എന്തിനാണ് എന്ന് ഇപ്പോൾ അർണബ് ഗോസ്വാമി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അർണബ് ഗോസ്വാമിക്ക് മുമ്പ് ഇത് വിക്കിലീക്സിന്റെ ജൂലിയൻ അസാഞ്ചെ അദ്ദേഹവും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ലോകമെമ്പാടും ഇതിനെക്കുറിച്ചൊരു ചർച്ച വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തിനെ പിടിച്ചു കുലുക്കുന്ന സംഭവം എന്താണ് ഇതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു എസ് എയ്ഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യു എസ് എയ്ഡ് അല്ല, ഇറ്റ്സ് എ CIA പെഡ്ലിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് CIA ചാര സംഘടന ഒരു രാജ്യത്തെ തകർക്കാനായി ആ രാജ്യത്തിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് ഈ യു എസ് എയ്ഡ് എന്ന പേരിൽ പല രാജ്യത്തും എത്തുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു ലഞ്ച് പോലും, അതായത് ഉച്ചയ്ക്കുള്ള ഉച്ചനേരത്തെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഒരു മനുഷ്യനും ഫ്രീ ആയിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരു രാജ്യമാണ്. അങ്ങനെയുള്ളൊരു രാജ്യം ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അമേരിക്ക ഇന്ത്യയിലേക്ക് ഒഴുക്കുന്ന കഥകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ഈ യു എസ് എയ്ഡ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലുവൻസേഴ്സിന്, പീപ്പിൾസിന്, സെല്ലൗട്ട്സിന്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ജേർണലിസ്റ്റ്, അതായത് മാധ്യമ പ്രവർത്തകർക്കാണ് അമേരിക്ക യു എസ് എയ്ഡ് ചെയ്യുന്നത്. എനിവൺ ഹൂ ഈസ് അവൈലബിൾ ഫോർ പ്രൈസ്, അതായത് വില കൊടുത്ത് മേടിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യത്തെ തകർക്കാൻ പറ്റുന്ന ഏത് ക്ഷുദ്രശക്തികൾക്കും അമേരിക്ക യു എസ് എയ്ഡ് ചെയ്യും എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ യു എസ് എയ്ഡ് CIA ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ആൻഡ് SDPI രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട് സംഘടനകളാണ് എന്ന് പറയുന്നവർ ഫൂൾസ് ആണ്, അല്ലെങ്കിൽ പ്രറ്റൻഡിങ് ടു ബി ഫൂൾസ് ആണ്. രണ്ടും രണ്ട് സംഘടനകൾ, രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് പറയുന്നത് പോലെ യു എസ് എയ്ഡും CIA രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇത് കിട്ടുന്നത് സം സ്റ്റുപ്പിഡ് വെനമസ് ആന്റി ഇന്ത്യൻ യൂട്യൂബേഴ്സ്. ഒന്നാമത് ധ്രുവറാത്തിയുടെ പേര് എടുത്ത് പറയേണ്ടതാണ്. 1/5 ഓഫ് ദിസ് മണി, അതായത് 1/5 ഓഫ് ദിസ് മണി, ഈ കാശിൽ 1%, അതായത് 1% പൂർണ്ണമായിട്ട് 1% നമ്മുടെ രാജ്യത്തേക്ക്, അതായത് ഇന്ത്യയെ തകർക്കാനാണ് ഒഴുകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. $650 മില്യൺ ആണ് ടോട്ടൽ അലോക്കേഷൻ 4 വർഷത്തിൽ. 2001 മുതൽ ഈ വർഷം 2025 വരെ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ തകർക്കാനായി $2.86 ബില്യൺ ആണ് യു എസ് എയ്ഡ് ആയിട്ട് ഇവിടെയുള്ള ജേർണലിസ്റ്റുകൾക്കും ഇവിടെയുള്ള സോക്കോൾഡ് യൂട്യൂബേഴ്സിനും ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിനും പിന്നെ സെല്ലൗട്ട്സ് കിട്ടുന്ന എല്ലാ ആൾക്കാർക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത്, സാംസ്കാരിക നായകന്മാർക്കടക്കം കൊടുത്തിരിക്കുന്നത്. ഇത് ആർക്കാണ് ഈ പൈസ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. ഇത് ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, NGOs അവർക്കാണ് ഈ പൈസ കിട്ടുന്നത്. 2023 മാത്രം $68 ബില്യൺ ആണ് ഇതിനായി ലോകമെമ്പാടും 2023 ചെലവഴിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. $68 ബില്യൺ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ യു എസ് എയ്ഡ് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഇവരുടെ തന്നെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത്, റിലീഫ്, എഡ്യൂക്കേഷൻ, ഗവേണൻസ്, അതിനാണ് ഇത് കൊടുക്കുന്നത് എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഇവർ ഫണ്ട് ചെയ്യുന്നത് ജേർണലിസ്റ്റുകൾക്ക്, പ്രധാനമായിട്ടും ആന്റി BJP ജേർണലിസ്റ്റുകൾക്ക് ലോട്ട് ഓഫ് മണി, അതായത് കൈ നിറയെ പണം ഇവർ വാരിക്കോരി കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രാജ്യം, ഈ യു എസ് എയ്ഡ് തകർത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ക്യൂബയാണ്. ആ ക്യൂബയിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഇവർ പ്രധാനമായിട്ടും ഇത് കൊടുക്കുന്നത് ഓഫ് ഷോർ ബാങ്ക് അക്കൗണ്ട്സ് വഴിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് പരിശോധിക്കാനിരിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും തോന്നും, എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത്? ഇവർ കൊടുക്കുന്ന രീതി അത്തരത്തിലാണ്. അതായത് ഓഫ് ഷോർ ബാങ്ക് അക്കൗണ്ട്സ് വഴി, മീഡിയ ഓഫേഴ്സ് ബാങ്ക് അക്കൗണ്ട്സ് വഴി മീഡിയയ്ക്കും ട്രൈറ്റേഴ്സിനും, ബൊളീവിയയിലുള്ള ട്രൈറ്റേഴ്സിനും ഇത് കൊടുക്കുന്നുണ്ട്. അതുവഴി ക്യൂബയിലെ ആ ഒരു രാഷ്ട്രീയത്തിൽ അസ്ഥിരത അവരുണ്ടാക്കി
അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പേറോൾസിൽ എത്തുന്നത് ഇങ്ങനെയാണ്. പോരാത്തതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശിൽ നമുക്ക് നടന്നത് എന്താണെന്ന് കണ്ടതാണ്. ഇന്ത്യയുടെ അത്ര ശക്തി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ആ ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമായി. ഈ മീഡിയയ്ക്ക് ഈ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ മീഡിയ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദേ ട്രൈ ടു മാനിപ്പുലേറ്റ് ദ മൈൻഡ്സ് ഓഫ് കോമൺ മാൻ. അതായത് മീഡിയ ഒരു അജണ്ട സെറ്റ് ചെയ്ത് സാധാരണക്കാരന്റെ മാനസിക നിലയെ അവർ കൺട്രോളിലാക്കി എടുക്കുന്നു. ഇന്നതാണ് എന്ന് പറയും. പിന്നെ ഞങ്ങൾ പറയുന്നതാണ് പൊളിറ്റിക്സ്, ഞങ്ങൾ പറയുന്നതാണ് ഈ രാഷ്ട്രീയം എന്നുള്ള രീതിയിലേക്ക് അവർ മാറുന്നു. അങ്ങനെയാണ് ഇവർ ആ ഒരു രീതി അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ബിജുചേട്ടന് അറിയാം, ഈ ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഒരാളെ വളർത്തിക്കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പിമ്പ് എന്ന പോലെയാണ് ഇവനെ വളർത്തിക്കൊണ്ടുവന്നത്. ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ തോറ്റ് തുന്നം പാടി. ഇവന്റെ ഈ നരേന്ദ്രമോദിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ യൂട്യൂബേഴ്സിന്റെയും റീച്ച് അതിഭീകരമായിട്ട് കുറച്ചിട്ട്, വലതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന അതിഭീകരമായിട്ട് കുറച്ചിട്ട്, എവന്റെ യൂട്യൂബേഴ്സിന് 1 മണിക്കൂറിൽ 1 മില്യൺ വ്യൂസ് വരുന്ന രീതിയിൽ അവന്റെ റീച്ച് കൂട്ടിയിട്ട്, പോരാത്തതിന് റീച്ച് കൂട്ടുക മാത്രമല്ല ചെയ്തത്, ഇവൻ ഹിന്ദിയിൽ എടുക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മറാഠിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഉറുദുവിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നിട്ട് വെസ്റ്റ് ബംഗാളിലുള്ള പല 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 രാജ്യത്തിന്റെ റൂറൽ ഏരിയാസിലെല്ലാം ഈ നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, ചെറിയ ലോറി, ആ ലോറിയിൽ വലിയ സ്ക്രീൻ വെച്ചുകൊണ്ട് അവിടെ കൊണ്ട് പ്രദർശിപ്പിക്കുക. അപ്പോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള PR വർക്ക് എന്നാണ്. നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞു, മോദിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഇത് ഒരു US എയ്ഡ് ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമ്മുടെ കേരളത്തിലെ പല മാധ്യമപ്രവർത്തകരും, സോ കോൾഡ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ കുറെ കാനഡയിലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അവരൊക്കെ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുട്ടടിക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങിച്ച്. ഇനി അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല, അത് ഭാവി നമ്മൾ 2 ദിവസത്തേക്ക് നമ്മൾ പുറത്തുവിടാം. എന്തായാലും ഈ US എയ്ഡ് നമ്മുടെ മീഡിയയെ നമ്മുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇത് $500 million ഫോർ എ നെറ്റ്വർക്ക് കോൾഡ് ഇന്റർന്യൂസ് എന്നാണ് പറയുന്നത്. ഇന്റർന്യൂസ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, ഈ ഇന്റർന്യൂസിന് അകത്താണ് ഇവരെല്ലാ സെറ്റപ്പും വരുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത് ഇവർ കിട്ടുന്ന പൈസയിൽ $500 million അവർക്കായിട്ട് ഇവർ സപ്ലൈ ചെയ്യുന്നു. ടോട്ടൽ ലോകമെമ്പാടും 4291 മീഡിയ ഔട്ട്ലെറ്റുകൾ, അതിൽ 100 എണ്ണം ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, ഒരു പ്രമുഖ മാധ്യമം ദക്ഷിണേന്ത്യയുടെ ഫുൾ കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവർ മീഡിയ ലിറ്റററി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. അവരുടെ ജേർണലിസ്റ്റുകൾക്ക് പുട്ടടിക്കാനും, അവരുടെ ജേർണലിസ്റ്റുകൾക്ക് എന്താ പറയുക, ഈ കള്ളുകുടിക്കാനും, വിദേശത്ത് പോയി മറ്റ് ലീലകളിൽ ഏർപ്പെടാനും ഒക്കെ ഈ US എയ്ഡ് ഹോളിഡേ പ്രോഗ്രാംസും പാക്കേജുകളും എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹെവിലി ലെഫ്റ്റ് ലീനിങ് മീഡിയ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് ഒരു വമ്പൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി 2 ദിവസത്തിൽ, അതായത് ഉടനെ തന്നെ അമേരിക്കയിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ ഒതുക്കാനായി, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളെ ഒതുക്കാനായി എന്തൊക്കെ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ എന്റെ ചോദ്യം. ചില ആൾക്കാർ പറയും ഈ ചോദ്യം വളരെ വലുതാണെന്നൊക്കെ പറയും. ബിജു ചേട്ടൻ ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് ഇത്രയും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാര്യങ്ങൾ, പക്ഷെ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ ഒറ്റ ചോദ്യത്തിൽ ചോദിച്ച് നിർത്തി കഴിഞ്ഞ് പുള്ളി മറുപടി പറയുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാത്ത ആൾക്കാർക്കുണ്ട്. അവർക്ക് കൂടെ വേണ്ടിയാണ് ഇത്ര ഇലാബറേറ്റ് ചെയ്തത്. ബിജു ചേട്ടാ മറുപടി. നമ്മുടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിന് വലിയൊരു കുതിപ്പുണ്ടായിരുന്നു. ആ കുതിപ്പിന് തടയിടുക, രാജ്യത്തെ ശിഥിലമാക്കുക, അതിനായിട്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ വിദേശ ഫണ്ടുകൾ ഒഴുക്കിക്കൊണ്ട് ഒരു ശ്രമം ഇവിടെ നടന്നിരുന്നു. ഇത് ഇത്തരം അതിൽ ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന കാര്യം കേരളത്തിലെ പ്രമുഖ മലയാള മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. അതിലൊരു പ്രമുഖ മലയാള മാധ്യമം തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരും. ഇത് നേരത്തെ വന്നിരുന്ന വാർത്തയാണ്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മളടക്കമുള്ള ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള വലതുപക്ഷ ചാനലുകളെല്ലാം റീച്ചിനെ കട്ട് ചെയ്തുകൊണ്ട്, ഒരിക്കലും കയറി വരാൻ പറ്റാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു സൊറോസസിന്റെയും ഒക്കെ ഒരു വലിയ ഫണ്ട് ഒഴുകിയത്. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് ഞെട്ടലുണ്ടാകില്ല, പക്ഷെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുമോ എന്നൊരു ഞെട്ടൽ മാത്രമേ അവർക്ക് ഉണ്ടാകുള്ളൂ. കാരണം ഇത് കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് കഴിഞ്ഞ 5 വർഷമായിട്ട് രാജ്യത്തെ പൗരത്വ ഭേദഗതി ഇതിനെതിരെ നടന്ന സമരം, ആ സമരത്തെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതും അതിനെ വലിയ രീതിയിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചതും മാധ്യമങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ പോയിരുന്നത് സൗത്ത് ഇന്ത്യൻ മാധ്യമങ്ങളാണെന്ന് എടുത്തു പറയണം, മലയാള മാധ്യമങ്ങളടക്കം.
രണ്ടാമത് കർഷക സമരം. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 100 പേര് തികച്ചെടുക്കാനില്ലാത്ത കർഷകരുടെ ചെറിയ സമരങ്ങൾ, ചെറിയ പ്രകടനങ്ങൾ പോലും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ അതെ ഈ അതൊരു ഒരു അപ്രധാനമായ കാര്യമാണ്. എവിടെങ്കിലും ഒരു അതിനെ കുത്തിപ്പൊക്കി വീണ്ടും അത് കൊണ്ടുവരാനുള്ള ശ്രമം. പക്ഷെ അവരുടെ എല്ലാ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി ആയിക്കൊണ്ടാണ് കേജ്രിവാൾ ഔട്ടായത്, കേജ്രിവാൾ തോറ്റുപോയത്. ഇനി അതിനെ കുത്തിപ്പൊക്കൊണ്ടുവരാൻ സ്കോപ്പ് അവർക്ക് തീർന്നു കഴിഞ്ഞു. ഏതായാലും ഇവര് ചെയ്യുന്ന കാര്യം, കേജ്രിവാൾ ആയിരുന്നു ഈ ഫണ്ടിന്റെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അംബാസഡർ അവരുടെ. മറ്റൊന്ന് ഈ ധ്രുവറാത്തിയെ പോലുള്ളവർ. അതായത് 4291 മാധ്യമങ്ങൾക്കാണ് ഇവർ ഈ ഫണ്ട് ചെയ്തിരിക്കുന്നത്. ഇതില് ഈ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂസ് നെറ്റ്വർക്ക് ന്യൂസ് ഇന്റർ ന്യൂസ് നെറ്റ്വർക്ക് എന്ന് നെറ്റ്വർക്ക്. പറഞ്ഞിട്ട് ന്യൂസ് നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്ക് $472 മില്യൺ നമ്മുടെ ഉം. മാധ്യമങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്തിരിക്കുന്നത്. എന്തിനെന്ന് ഉം, ചോദിച്ചു ഉം, ഉം, കഴിഞ്ഞാൽ, ഉം. ഇത് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതല്ല. പകരം ഇത് മാധ്യമ സമിതികൾ വഴി, അല്ലെങ്കിൽ ഉം. സൊസൈറ്റികൾ വഴി, അറിയാം. അവരുടെ നമ്മൾ മീഡിയ കാണാറുണ്ട് ലിറ്റററി പലപ്പോഴും ഇവര് പ്രോഗ്രാംസ് സംഘടിപ്പിക്കും. ഇവര് സാംസ്കാരിക പരിപാടികളൊക്കെ അവതരിപ്പിക്കും പല പേരിൽ. അതിനെ ഉം. ഓരോരുത്തരെ വിളിച്ചൊരു ചർച്ച നടത്തുന്നു, സിമ്പോസിയം നടത്തുന്നു, സെമിനാർ നടത്തുന്നു. ഇത് ഈ ഉം. വഴിയൊക്കെയാണ് ഈ ഫണ്ട് വിടുന്നത്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഇത് കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ ഫണ്ട് അല്ല, ഇത് അവരുടെ ചാരസംഘടനയ്ക്ക് നൽകുന്ന ഫണ്ടാണ്. ഇത് അവരുടെ ചാരസംഘടന ഉം. ലോകത്തെ പല രാജ്യങ്ങളും തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഫണ്ടാണ്. അതിനകത്ത് അതെ. അവർ പറഞ്ഞിരിക്കുന്നത് രഹസ്യ മെമ്പർഷിപ്പ്, രഹസ്യ സെൻസർഷിപ്പ്. രഹസ്യ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മാധ്യമ സ്ഥാപനത്തിൽ നമുക്കറിയാം, മാധ്യമ പ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ അനവധി വാർത്ത കൊണ്ടുവരും. അതില് ആ വാർത്തകൾ ചിലപ്പോൾ സത്യസന്ധമാണെങ്കിലും ആ വാർത്തയെ സെൻസർ ചെയ്യും, ഇത് കൊടുക്കണ്ട. ഉം. അതെ. കാരണം ഇത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം ഭരിക്കുന്നവർക്ക് ഗുണകരമാകും. അതുകൊണ്ട് ഈ വാർത്ത കൊടുക്കണ്ട, ഇതിന്റെ നെഗറ്റീവ് സൈഡ് എടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ നരേന്ദ്രമോദി കൊണ്ടിരുന്ന പദ്ധതികൾ അത് കൊടുക്കണ്ട. എത്രയോ പദ്ധതികൾ ഈ രാജ്യത്തെ ജനങ്ങൾ അറിയുന്നില്ല. ഒരു പരിധിവരെയൊക്കെ നമ്മളെ കണക്കുള്ള മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ, ആ അതെ അതെ. പദ്ധതികൾ എത്തിക്കാൻ കഴിയുള്ളൂ. അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് സെൻസർ ചെയ്യുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, വാർത്തകൾ വളച്ചൊടിച്ച് കൊടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ലോകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സംഭവം, അതായത് ഇന്ത്യക്കാരെ ഇപ്പൊ കുടിയേറ്റക്കാരെ ആക്കുന്നു, ഇല്ലെങ്കിൽ ചെറിയ സംഭവം വരുമ്പോൾ അതിനെ ഭീഭത്സമായി അവതരിപ്പിക്കുകയാണ് ഈ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും മുഖ്യധാര മാധ്യമങ്ങളും അടക്കം ചെയ്യുന്നത്. കാനഡയിൽ ഈ വിഷയങ്ങളടക്കം ഉണ്ടായപ്പോൾ ഈ മാധ്യമങ്ങൾ തുടക്കത്തിൽ ചെയ്തത് എന്താണ്? കാനഡയിൽ ഉം. നിന്നും വലിയ രീതിയിൽ ഇന്ത്യക്കാരെ പുറത്താക്കുന്നു, വിദ്യാർത്ഥികളെ പുറത്താക്കാൻ പോകുന്നു, നമ്മൾ പട്ടിണിയിലാകാൻ പോകുന്നു എന്നുള്ള വലിയ ബൂമിങ് വാർത്തകളും ഉണ്ടാക്കി. പക്ഷെ അതിന്റെ അതെ. ലോജിക്കലി പരമായി നമ്മൾ ആലോചിച്ച്, കാനഡയിൽ ഒരു കുട്ടിയെ പോലും പുറത്താക്കാൻ കാനഡയ്ക്ക് കഴിയില്ല. കാരണം ഈ പിള്ളേരുടെ പൈസ കൊണ്ടാണ് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടന്നു പോകുന്നത്. അവർക്കൊരു ഇൻകമാണ്. ഉം. ഇൻകം ഉം. മണ്ണുവാരിയിടാൻ കാനഡക്കാർ പൊട്ടന്മാരല്ലല്ലോ. ഇനി ഉം. രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാല്, ഈ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് കയ്യാമം വെച്ചു. വലിയൊരു കൗതുകം എന്ന് പറഞ്ഞാൽ, വലിയ ഞെട്ടലുണ്ടാക്കുന്ന സാധനം, UAE-യിൽ സെയിം സാധനം നടന്നു. UAE-യിൽ ഇതേപോലെ, UAE-യിൽ എന്താ ചെയ്തത്? ജയിലിൽ പിടിച്ചിടുക, പിഴ അടയ്ക്കണം, ടിക്കറ്റ് എടുത്ത് കൊടുക്കില്ല, സ്വന്തം പൈസയ്ക്ക് വേണം നാട്ടിലെത്താൻ. ഇത് ചെയ്ത UAE-യിൽ 60,000 പേരെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉം. വാർത്ത ഏതെങ്കിലും മാധ്യമങ്ങൾ നൽകിയോ? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് മറുനാടൻ അടക്കമുള്ള ചില ഓൺലൈൻ, നമ്മളും മറുനാടനൊക്കെ അടക്കമുള്ള ചില ഓൺലൈനുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് മുക്കുക, ഇത് തന്നെയാണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പില് എന്റെ സമയത്ത് വലിയ രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ദേശീയതയുടെ കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളാണ്. നമ്മൾ ആരും BJP-യുടെ മാധ്യമങ്ങളോ, ഇല്ലെങ്കിൽ BJP-യുടെ സ്ലീപ്പർ സെല്ലോ, ഇല്ലെങ്കിൽ BJP-യുടെ നെറ്റ്വർക്കോ ഒന്നുമല്ല. എന്തോരം നമ്മൾ വാർത്ത ഈ നമ്മളൊക്കെ BJP-ക്ക് എതിരെ കൊടുത്തിട്ടുണ്ട്. എത്രയോ വാർത്ത BJP-ക്കാർ അതെ തെറ്റ് അതെ. ചെയ്താൽ യാതൊരു മടിയുമില്ലാതെ ആദ്യം കൊടുക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. കാരണം അതെ നമ്മൾ അതെ അതെ. BJP-യുടെ ചാനലല്ല, BJP-ക്കാരുടെ വാലുവല്ല നമ്മൾ. പക്ഷെ നമുക്ക് ഈ രാജ്യം നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, രാഷ്ട്രം നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. രാജ്യസ്നേഹികൾക്കൊപ്പമാണ് നമ്മൾ, രാജ്യത്തിനൊപ്പമാണ് നമ്മൾ. നമുക്ക് രാഷ്ട്രീയം രണ്ടാമതേ ഉള്ളൂ. നമ്മുടെ എഡിറ്റോറിയൽ ഉം. പോളിസി തന്നെ രാഷ്ട്രമാണ് ഫസ്റ്റ്, രണ്ടാമതേ നമുക്ക് രാഷ്ട്രീയമുള്ളൂ. അപ്പോ ഉം. അങ്ങനെയുള്ള നമുക്ക് അത് അവരുടെ അല്ല. പക്ഷെ ഈ രാജ്യം നിലനിൽക്കണം, അതിന് ശക്തമായ ഭരണം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളുടെ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒടുവില് ഈ വളരെ ഞാൻ വളരെ വിഷമത്തോടെ പറയുന്നത്, ഈ ചാനൽ ന്യൂസ് ഇന്ത്യ മലയാളം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു വാർത്ത പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഉം. അതായത് ഉം. നമ്മുടെ ഈ ജമ്മു കാശ്മീരില് ഈ ഭീകരര് ഒരു 9 തീർത്ഥാടകരെ, അമർനാഥ് തീർത്ഥാടകരെ കൊലപ്പെടുത്തിയിരുന്നു. അതിനകത്ത് ഒരു കൊച്ചു കുട്ടിയുടെ വാർത്തയുണ്ടായിരുന്നു. ഈ ഹത്രാസിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന മെഴുകുതിരി പ്രകടനം വലുതായിട്ടൊക്കെ നടക്കുന്ന ഒരു വലിയ ഫോട്ടോ ഇട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു മാധ്യമം പോലും ആ വാർത്ത കൊടുത്തില്ല. ആ കൊച്ചു കുഞ്ഞ്, വെടിയേറ്റ് കിടക്കുന്ന കൊച്ചു കുഞ്ഞിന്റെ ചിത്രം, അത് ചില ദേശീയ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഞാൻ ആ വാർത്ത കൊടുത്തിട്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഈ വാർത്ത ഷെയർ ചെയ്യണം. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് റീച്ച് ഇല്ല, നമ്മളെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഇടയിലേക്ക് ഈ വാർത്ത പോകണമെങ്കിൽ, രാജ്യസ്നേഹികളുടെ ഇടയിലേക്ക് ഈ വാർത്ത പോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിച്ച വാർത്ത, എനിക്ക് തോന്നുന്നത് ഉം, 6000 ഷെയർ പോയി ഫേസ്ബുക്കിൽ. ഫേസ്ബുക്കിൽ ഉം, അത്രയും ഉം, ഷെയർ ഉം, പോയൊരു ഉം, വാർത്തയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അമിത്ഷാ അടക്കമുള്ളവർ പറഞ്ഞു ഇത്തരത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ രാജ്യം തകർക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. അന്ന് നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ അന്നേ തന്നെ സൂചന ഉണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ ഉം, മുൻപോട്ട് പോവുകയും ചെയ്തു. ഇപ്പോഴെന്താണ് ഇവർ ഭയക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഐഡിയകൾ അല്ലെങ്കിൽ ഇവരുടെ ചിന്തകളെല്ലാം പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു അമേരിക്കയിൽ. ഉം, ഡൊണാൾഡ് ട്രംപ് പ്രചരണ കാലത്ത് തന്നെ പറഞ്ഞു ഇത് കണക്കുള്ള ഫണ്ട് ഞാൻ നിർത്തലാക്കും, ഇത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെ അട്ടിമറിക്കാൻ ചെയ്യുന്ന ഈ ഫണ്ട് ഞാൻ നിർത്തലാക്കും. നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിൽ എത്തുകയാണ്. ഇന്നും നാളെയും അദ്ദേഹം ട്രംപുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ വിഷയം അവിടെ ഉന്നയിക്കപ്പെടും. ഇത്തരം ഉം, ഫണ്ടുകൾ ഉപയോഗിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയും. കാരണം ഒരു രാജ്യം അത് അനുവദിക്കില്ലല്ലോ. ബംഗ്ലാദേശിനെ തകർത്തെറിയാൻ ആ ഫണ്ടിന് കഴിഞ്ഞു, ബൈഡൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. അതുപോലെയായിരുന്നു കഴിഞ്ഞ 5 വർഷം ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണകൂടമല്ല അവരുടെ ലക്ഷ്യം. ഇന്ത്യ ചിന്ന ഭിന്ന കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പേരിൽ മാധ്യമങ്ങളല്ലേ ഇവിടെ സെമിനാറുകളും കാര്യങ്ങളും നടത്തിയത്. അതിന്റെ ഉം, അന്വേഷണം വേറൊരു വഴിക്ക് നടക്കുന്നില്ലേ. അത് കൂടാതെ തന്നെ ഇപ്പോഴെന്താ ആരും കട്ടിംഗ് സൗത്ത് പറയാത്തത്? ഇപ്പൊ ദക്ഷിണേന്ത്യക്ക് പുതിയ രാജ്യം വേണ്ടേ, ദ്രാവിഡസ്ഥാൻ വേണ്ട, ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ അത്. കാരണം ഇവരുടെയൊക്കെ ചിന്തകളെയും ഇവരുടെ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞത് നരേന്ദ്രമോദി മൂന്നാമത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ഭയന്നു പോയി. കാരണം ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നരേന്ദ്രമോദി മൂന്നാമത് വരുമെന്ന്. ഇപ്പോൾ അമേരിക്കയിൽ വന്നിരിക്കുന്ന ട്രംപ് ഇതിനെതിരുമാണ്, ഈ US എയ്ഡിന് എതിരുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഫണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. ഇപ്പോ ഈ ഒരു വലിയ കാര്യം, ഇത് 100 മുഖ്യധാരാ മാധ്യമങ്ങളാണ് ധനുഷ് ഇന്ത്യയിൽ ഈ പണം വാങ്ങിയിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിന് എസ്കേപ്പ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, രക്ഷപ്പെടാൻ വഴികളുണ്ട്. അതായത് പല രീതിയിലാണ്. ധനുഷ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ടൂറ്, അമേരിക്കയിൽ പോയി കറങ്ങാം, ലണ്ടനിൽ പോയി കറങ്ങാം, അതുപോലെ തന്നെ വാഹനങ്ങളും മറ്റും വാങ്ങിക്കുമ്പോൾ ഉള്ള സമ്മാനങ്ങള്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അങ്ങനെ പല വഴിക്കാണ് ഈ ഫണ്ട് വരുന്നത്. അതിൽ കേരളത്തിലുള്ള ഉം, മാധ്യമങ്ങളാണ് എന്നുള്ള കാര്യം ഇപ്പോഴല്ല, നേരത്തെ തന്നെ സൂചന. ഈ പൗരത്വ ഭേദഗതി സമരം നടന്നപ്പോൾ തന്നെ കേരളത്തിൽ എത്ര മാധ്യമ പ്രവർത്തകർക്ക് ഡൽഹി വിട്ട് ഓടേണ്ടി വന്നു. ഡൽഹിയിൽ അവരൊക്കെ നോട്ടപ്പുള്ളികളായില്ലേ. ഏത് നിമിഷവും കയറിയ പൊക്കുമെന്ന് വന്നപ്പോ രാഖി രാമായണം പ്രമുഖ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് രാഖി രാമായണം കേരളത്തിലേക്ക് വണ്ടി കയറിയല്ലോ. അവർ അതെ കേരളത്തിൽ അതെ തന്നെ അതെ. പല ചാനലിലും ഒതുങ്ങിക്കൂടി വർക്ക് ചെയ്യേണ്ട സാഹചര്യം മുതൽ ഇതെന്തായാലും പുറത്തു വരും. ഏതായാലും 3-4 ദിവസത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ്. ഏതായാലും പേര് വിവരങ്ങൾ നമുക്ക് ഏകദേശം ഒരു സൂചന നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ അത് പുറത്തുവിടാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കാരണം ഉം, ഇതിനെ വെച്ചുകൂടെ ആധികാരികത വന്നിട്ട് അതായത് ഒഫീഷ്യൽ ആയിട്ട് വരട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 13-ാം തീയതിക്ക് ശേഷം നമുക്ക് ഈ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയും എന്നാണ്. കാരണം അമേരിക്കയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഈ പേര് വിവരങ്ങൾ ഉം, ചില മാധ്യമങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. കാരണം ഈ രാജ്യത്ത് ഇവരെല്ലാം കൂടി പ്രക്ഷേപണം ചെയ്തത്, അതായത് ഈ വാർത്തകൾ, ഇത്തരം കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്ത് എത്രയാണെന്നറിയാവോ? 4799 മണിക്കൂറാണ് ഇത്തരം വാർത്തകൾ ഉം, പ്രേക്ഷകർ കണ്ടത്. ഒപ്പം തന്നെ 7,78,00,000 പേരാണ് ഈ വാർത്തകൾ സ്ഥിരമായി വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ. ഉം, അതായത് ഉം, ഇത്രയും കണക്കുകൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിന്റെ പേരും പണം വാങ്ങിയവന്റെ പേരും നമ്മുടെ കയ്യിൽ കാണില്ലേ. ഇത് ആരൊക്കെയാണ് ഉം, കണ്ടതെന്നും എത്ര പേര് ഇത് കണ്ടതെന്നും എത്ര ടൈമിൽ സ്ട്രീമിംഗ് നടന്നു എന്നൊക്കെ ഉള്ള നമ്മുടെ വിവരങ്ങൾ ഇപ്പൊ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് അതോടൊപ്പം തന്നെ കുറെ ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. ചാനലിലും മറ്റുമൊക്കെ കയറിയിരുന്ന് ചർച്ച ചെയ്യുന്ന കുറെ ആക്ടിവിസ്റ്റുകൾ. ഇവരെല്ലാവരും കൂടെ, കാരണം ആക്ടിവിസ്റ്റിന്റെ ഒക്കെ ഒരു കട്ടയം പടമൊക്കെ മടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കാരണം NGO-കൾ അനവധി കൂട്ടിക്കെട്ടി കേന്ദ്ര സർക്കാർ വന്നു, ഫണ്ടൊക്കെ മുടക്കിയത്. ഇപ്പൊ പഴയ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയും ഇപ്പൊ മുഖം കാണിച്ച് ജീവിച്ചു പോകുക എന്നുള്ള നിലയിലേക്കാണ് പല ആക്ടിവിസ്റ്റുകളുടെയും കാര്യങ്ങൾ പോകുന്നത്. ഉം, ഏതായാലും ഇത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചൊരു ഞെട്ടുന്ന വാർത്തയൊന്നുമല്ല ഇത്. കാരണം ഇതിനകത്ത് ഈ പണി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും, ഈ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി സാധാരണപ്പെട്ട ജനങ്ങൾ, ഇവരെയൊക്കെ വിശ്വസിച്ച് ഈ വാർത്തകളും മറ്റും കാണുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മാത്രമാണ് ഇതിനകത്ത് അല്പമെങ്കിലും ഒരു ഞെട്ടൽ വരാൻ കാരണം. അയ്യോ, ഞങ്ങൾ വിശ്വസിച്ച മാധ്യമങ്ങളൊക്കെ ആണല്ലോ ഈ പണി ചെയ്തതെന്നുള്ളത്. അത് ഈ രാജ്യത്തെ തുരങ്കം വെക്കാൻ. കാരണം പണം കൊടുത്താൽ ഈ എന്തും നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം നമ്മുടെ രാജ്യത്ത് എന്തും നടക്കും, ഒരു പണം കൊടുത്ത് എന്ത് സൗജന്യം കൊടുത്താലും നടക്കും. അതുകൊണ്ട് നമുക്ക് ഈ ജനങ്ങളെ ഒന്നുകിൽ ജനം നന്നാകണം. ജനം നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഒരു ജനം നന്നാകത്തില്ല പണം കിട്ടിയാ വാങ്ങുന്നതിന് ചെയ്യും. അപ്പൊ ചൈനയുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് ചൈനയുടെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന് ഫ്രണ്ട് പേജ് പരസ്യം കൊടുത്ത നാഷണൽ മീഡിയാസ് ഇവിടെ ഇല്ലേ, പത്രമില്ലേ, ഇല്ലേ ഇവിടെ? അതെ ഈ അതെ ഹിന്ദു അതെ. അങ്ങനെ ഒരു പത്രമല്ലായിരുന്നു, അങ്ങനെ കൊടുത്തിരുന്ന പത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഇത് ഈ ഡീപ് സ്റ്റേറ്റിന്റെയും ഒപ്പം തന്നെ US എയ്ഡിന്റെ ഫണ്ട് വാങ്ങിച്ചു, ഇത് നേരത്തെ തന്നെ വന്നിരുന്ന ഒരു കാര്യമാണ്. അണിയറയിൽ ഇതിന്റെ നീക്കങ്ങൾ നേരത്തെ തന്നെ നരേന്ദ്രമോദി സർക്കാർ തുടങ്ങിയിരുന്നു. അതിനുള്ള നീക്കം നടത്തുമെന്ന് അമിത്ഷാ, തെരഞ്ഞെടുപ്പിന് ശേഷം അമിത്ഷാ ആദ്യം പറഞ്ഞ കാര്യം, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കുത്തിത്തിരിപ്പിന് ശ്രമിച്ചു, വിഘടനവാദത്തിന് ശ്രമിച്ചു, അക്രമത്തിന് ശ്രമിച്ചു എന്നുള്ള ആ വിവരം എത്രയോ വാർത്തകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കാൻ നമുക്കാർക്കും കഴിഞ്ഞില്ല. കാരണം അതിനെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു, തടയപ്പെട്ടു. ഒരു വാർത്ത പോലും ജനങ്ങളിലേക്ക് എത്തരുതെന്ന് ആഗ്രഹിച്ചു.
അപ്പോ സ്വാഭാവികമായി തന്നെ വരും ദിവസങ്ങളിൽ രാജ്യം കത്തുന്ന തരത്തിലേക്കുള്ള വലിയ വാർത്തയാണ് വരുന്നത്. ഏതായാലും നമ്മളിപ്പോ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലെല്ലാം നമ്മളിത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. കാരണം ഈ മാധ്യമങ്ങളുടെയും ഈ വാങ്ങിച്ച മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ പേര് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികം. കാരണം ഇത് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അത് അർണാബ് ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതെ. മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ സൂചനകൾ കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ അകത്ത് ഒരു അന്വേഷണം ഉം. പ്രഖ്യാപിക്കാനും ഒക്കെയല്ല. കാരണം അന്വേഷണം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ പറയാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ ഉം. അന്വേഷിക്കുമെന്നുള്ളത്. കാരണം അന്വേഷണത്തിന്റെ ഏകദേശം ആയിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പല മാധ്യമങ്ങളും, പല ഓൺലൈൻ മാധ്യമങ്ങളും പൂട്ടിപ്പോയി. അറിഞ്ഞില്ല? എത്രയോ ഓൺലൈൻ മാധ്യമങ്ങൾ പൂട്ടിയിട്ട് ഉം. അവരെവിടെയാണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ചിലരൊക്കെ പോയിട്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മറ്റു അത് ചിലർ ശരി. വേറെ എന്തോ ഹോട്ടൽ ബിസിനസ്സോ അങ്ങനെയൊക്കെ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പല ഓൺലൈൻ മീഡിയസും പൂട്ടിപ്പോയിട്ടുണ്ട് ഇതിന്റെ ഫണ്ടുകൾ ദാതാക്കളായിരുന്നവര്. ഇപ്പൊ എന്താണ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ വലിയ രീതിയിൽ കുത്തിത്തിരിപ്പ് നടത്താത്തത്? കാരണം അടിത്തറ ഇളകി തുടങ്ങി അവർക്ക് തന്നെ അറിയാം. പിന്നെ പിടിച്ചു നിൽക്കണ്ടേ? കാരണം ഈ ഉം. എന്താ പറയുന്നത്, ഈ നമ്മള് തകർന്നു എന്ന് മറ്റുള്ളവർ അറിയരുതല്ലോ. അതുകൊണ്ടാണ് ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി രൂപപ്പെടുന്ന ബില്ല് വരും. ഇനി യൂട്യൂബുകൾക്കും സോഷ്യൽ മീഡിയകൾക്കും അടക്കം നിയന്ത്രണം കൊണ്ടുവരിക എന്നല്ല, അത് രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നൊരു ബില്ലായിരുന്നു 2019 ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന ബില്ലാണ്. അന്നത് പ്രതിപക്ഷം വലിയ വിമർശനത്തിന് വിധേയമാക്കി. അവരുടെ കൂടെ ചർച്ച ചെയ്തുകൊണ്ട് 73 ഭേദഗതികൾ ഇപ്പൊ ആ ബില്ലിൽ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പാർലമെന്റ് സെഷനിൽ തന്നെ ആ ബില്ല് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി എന്ത് തോന്നിവാസങ്ങളും പറയുക, രാജ്യം തകർക്കാനുള്ള ശ്രമം പറയുക, അരുണാചൽ പ്രദേശ് മുഴുവൻ ചൈനയുടെ ഭാഗമാണെന്ന് മാപ്പുണ്ടാക്കി വിടുക, എന്ന് വാർത്ത നൽകുക, ഒപ്പം തന്നെ ഉം. നട്ടാൽ കളിക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ നമ്മളൊക്കെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യധാരാ മാധ്യമങ്ങളാണ്. പോട്ടെ, യൂട്യൂബുകാർക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാർ കുറെ പേരുണ്ടെന്ന് പറയാം. പക്ഷെ ഉം. മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനല്ല. ജേർണലിസ്റ്റിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ എടുത്ത് എക്സ്പീരിയൻസ്ഡ് ആയവർ തന്നെ ഈ പണിക്ക് ഇറങ്ങുമ്പോൾ അവരെ ഒന്നും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഏതായാലും ഇതിന് ജനം അറിയണം ഇത്. കാരണം ഇത് മൂടി വെക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളെ ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം മാധ്യമങ്ങളുടെ തലോട് നേടി നേതാവായ ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് നടപടി ഉം. എടുക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഈ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതിലെ കുറച്ച് ഇൻസ്റ്റൻസസ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഗംഗയിൽ മൃതദേഹങ്ങൾ ഒഴുകിയ കഥ, പിന്നെ അതിനുശേഷം ഇന്നലെയും എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വേട്ടാവളിയൻ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തായിരുന്നു. മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. ആ, അങ്ങനെ ഒരു കഥ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ ഒഴുകി നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. കുംഭമേള മിണ്ടിയിട്ടില്ല കേട്ടോ. കുംഭമേള എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നോ, കുംഭമേള നമ്മളെ ഇന്റേണൽ GDP എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതെന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇവർ ബോധേഡ് അല്ല. പക്ഷെ ഇവർ ബോധേഡ് ആയിട്ടുള്ളത് ഒരേ ഒരു ഇൻസ്റ്റൻസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആൾക്കാർ മരിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ആർക്കെങ്കിലും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇവർക്ക് ആകുലതയും വ്യാകുലതയും ഉള്ളത് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരുപാട് ഇതുപോലെ ബിജുചേട്ടൻ പറഞ്ഞ ഈ ജമ്മു കാശ്മീരിലെ വിഷയം മാത്രമല്ല, ഈ ആർജിക്കർ വിഷയം എത്ര മാധ്യമങ്ങളോട് ചർച്ച ചെയ്തു. ഈ ധ്രുവറാത്തി എന്ന് പറയുന്നവൻ ആർജിക്കർ വിഷയത്തിനെ തൊട്ടുപോലും നോക്കിയില്ലല്ലോ. ആർജിക്കർ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഈ BJP ഭരിക്കാത്ത ഒരു സംസ്ഥാനങ്ങളിലും എന്തൊക്കെ അട്രോസിറ്റീസ് നടന്നാലും ഇവർ ചർച്ച ചെയ്യുന്നില്ല. കർണാടക നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്രീ ബീസ് കൊടുത്ത് അതിന്റെ എക്കണോമി മുഴുവൻ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലപോലെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. കേരളത്തിലെ വാർത്തകൾ ചർച്ച ചെയ്യാറില്ല. തമിഴ്നാട്ടിലെ വാർത്തകൾ ഇവർ ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ഒന്നും തന്നെ ചർച്ച ചെയ്യാറില്ല ഇവരാകപ്പാടെ ചർച്ച ചെയ്യുന്നത് ഈ ആന്റി BJP ആയിട്ടുള്ള വാർത്തകൾ. കൊടുക്കുന്നതിൽ തെറ്റില്ല, കാരണം വിമർശിക്കാം, ആരെയും ആർക്കും വിമർശിക്കാം, അതിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷെ ഇത് ഈ പൈസ മേടിച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ മാത്രം ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അർണബ് ഗോസ്വാമി ഉപയോഗിച്ച ഒരു വാക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അമേരിക്കൻ ബോസസിന് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരും ഈ ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൽ പെടുന്ന ആ അമേരിക്കൻ ബോസസ് എന്നുള്ളത് കൊട്ടേഷൻ ഇടണം. അത് ഞാൻ കുറച്ചുകൂടെ ലോക്കലി പറഞ്ഞു തരാം. അതായത് അമേരിക്കൻ ബോസസ്, അമേരിക്കൻ യജമാനന്മാരുടെ നായകളായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, എസ്പെഷ്യലി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം. അതിനുടനെ തന്നെ ചിട്ടി വീഴുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എന്തായാലും നരേന്ദ്രമോദി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.